നമസ്കാരം. ഞാൻ ഈ വീഡിയോ എൻ്റെ MLA, എൻ്റെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ്, എൻ്റെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, ഗ്രാമപഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റ് തുടങ്ങി എൻ്റെ കയ്യിൽ നമ്പറുള്ള എല്ലാ രാഷ്ട്രീയക്കാർക്കും ഞാൻ കൊടുത്തു. എന്തിനാന്ന് വെച്ചാൽ എനിക്ക് ഈ വീഡിയോ എങ്ങനെയെങ്കിലും നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി കാണണം എന്നുള്ള ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ്. കാരണം കഴിഞ്ഞ ഗവൺമെന്റിന്റെ അനീതി നിറഞ്ഞ ഭരണത്തിനെതിരെയാണ് ഞാൻ ഉൾപ്പെടെയുള്ളവർ ഈ ഇലക്ഷനിൽ വോട്ട് ചെയ്തത്. അങ്ങനെയാണല്ലോ ഈ ഇലക്ഷനിൽ UDF-ന് വൻ വിജയമുണ്ടായത്. അപ്പോൾ അനീതി നിറഞ്ഞ ഭരണത്തിനെതിരെ ഒരു വിജയത്തുണ്ടായാൽ ആ തുടർന്ന് വരുന്ന സർക്കാർ അത്തരം തെറ്റായ തീരുമാനങ്ങളൊക്കെ തിരുത്തുകതന്നെ വേണമല്ലോ. അങ്ങനത്തെ ഏറ്റവും വലിയ തെറ്റായ ഒരു തീരുമാനമാണ് ഒരു അധ്യാപകൻ എന്ന നിലയിൽ ഇപ്പോൾ ഞാൻ ചൂണ്ടിക്കാട്ടാൻ പോകുന്നത്. അതാണ് നിലവിൽ ജോലി ചെയ്യുന്ന അധ്യാപകർക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ കേട്ടറ്റ് എക്സാം. ഈ സ്പെഷ്യൽ കേട്ടറ്റ് എക്സാം എന്ന് പറഞ്ഞാൽ അത് സത്യം പറഞ്ഞാൽ തുല്യതയ്ക്കെതിരാണ്. ഭരണഘടന നൽകുന്ന തുല്യത എന്നുള്ള ഒരു അവകാശത്തിനെതിരാണ്. ഈ വീഡിയോ കാണുന്നവർ നിങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ ഇത് വിദ്യാഭ്യാസ മന്ത്രിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. കാരണം ഇത് ഇന്ന് ഞങ്ങൾ കുറച്ച് അധ്യാപകരുടെ മാത്രം വിഷയമാണെങ്കിൽ നാളെ മറ്റൊരു തൊഴിൽ മേഖലയിൽ മറ്റൊരു രീതിയിൽ ഇത് വരാനുള്ള ചാൻസ് ഉണ്ട്. ഇന്ന് ഞാൻ നാളെ നീ എന്നല്ലേ പറയുക. അപ്പോ നമ്മളെ ബാധിക്കാത്ത വിഷയമാണ്, അതുകൊണ്ട് ഇടപെടണ്ടെന്ന് വിചാരിക്കേണ്ട. നാളെ നിങ്ങളെയും മറ്റൊരു രീതി ഇത് ബാധിക്കാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഈ മേഖലയിൽ ഇല്ലാത്തവർക്ക് ഇതിനെപ്പറ്റി അറിയാത്തതുകൊണ്ട് ഞാൻ അതിന്റെ കാര്യം പറഞ്ഞുതരാം എങ്ങനെയുള്ളത്. സാധാരണ കേട്ടറ്റ് എക്സാം എന്താണെന്ന് അറിയാലോ. ടീച്ചേഴ്സിന് BEdോ TTCയോ കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സെക്കൻഡ് ഇയറിൽ വെച്ചിട്ട് തൊട്ട് എഴുതി തുടങ്ങാൻ പറ്റുന്ന എക്സാം ആണ് കേട്ടറ്റ് എക്സാം. അത് ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ് ആണ്. അതായത് കേരള സർക്കാർ ടീച്ചർമാരുടെ ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടി നടത്തുന്ന എക്സാം ആണ്. ഏകദേശം 2012 മുതൽ ഈ എക്സാം നടക്കുന്നുണ്ട്. അതിനു മുമ്പ് ഉണ്ടായിരുന്നില്ല. അപ്പോ സാധാരണഗതിയിൽ ഒരു വർഷത്തിൽ 2 വട്ടമാണ് ഒരാൾക്ക് കേട്ടറ്റ് എഴുതാൻ പറ്റുക. ഏകദേശം ജനുവരി മാസ സമയത്ത് ഒരു അപേക്ഷ ക്ഷണിക്കും, ഡിസംബർ ജനുവരി. അതുപോലെ ഒന്ന് മെയ് ജൂൺ ജൂലൈ ആ സമയത്ത് ഒന്ന് വിളിക്കും. ഇപ്പൊ ഏകദേശം ഒന്ന് വിളിക്കാണ്ട് ഒന്ന് കുറച്ച് ഡിലേ ഉണ്ടാവും. ഒരു സെപ്റ്റംബറിലേക്കൊക്കെ ഒന്ന് വിളിക്കാൻ പോകുന്നത്. കാരണം കഴിഞ്ഞതിന്റെ റിസൾട്ട് ഈ അടുത്താണ് വന്നത്, ഒരാഴ്ച ആവുന്നേ ഉള്ളൂ. അതുകൊണ്ട് അപ്പോ സാധാരണ രീതിയിൽ 2 തവണ എക്സാം വിളിക്കും, 2 വട്ടം എഴുതാം. ഈ എക്സാമിന് ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ, അപേക്ഷ കൊടുക്കുമ്പോൾ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് നിങ്ങൾ നിലവിൽ പഠിപ്പിക്കുന്ന ടീച്ചറാണോ, അതായത് എയ്ഡഡ് ഓർ ഗവൺമെന്റ് സ്കൂളിൽ നിങ്ങൾ ജോലി ചെയ്യുന്നുണ്ടോ എന്നാണോ ഒന്നാമത്തെ ചോദ്യം. മുമ്പ് ഉണ്ടായിരുന്ന ഒന്നാമത്തെ ചോദ്യം. ഇപ്പൊ പറയാൻ പറ്റില്ല. ഇപ്പൊ അത് ഉണ്ടോ ഇല്ലെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഉണ്ടാവാൻ സാധ്യത കുറവാണ്, ഉണ്ടായിക്കൂടാന്നില്ല. കാരണം പറയാം. കാരണം കഴിഞ്ഞ സെപ്റ്റംബർ എന്ന് പറഞ്ഞാൽ 2025 സെപ്റ്റംബറിലാണ് നാനിന്റെ ഓർമ്മ, സുപ്രീം കോടതി ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു. എന്താണ്? 2 കൊല്ലം കൊണ്ട്, അതായത് 2027 ഒക്ടോബർ 31 ആവുമ്പോഴേക്ക് കേരളത്തിൽ ജോലി ചെയ്യുന്ന എല്ലാ അധ്യാപകർക്കും, അഥവാ കേരളത്തിൽ ജോലി ചെയ്യുന്ന എയ്ഡഡ് സർക്കാർ സ്കൂളുകളിലെ അധ്യാപകർക്ക് എന്ത് വേണം? കേട്ടറ്റ് ക്വാളിഫിക്കേഷൻ നിർബന്ധമാണ്. ഇപ്പൊ ജോലി ചെയ്യുന്നുണ്ടെങ്കിലും വേണം. അതിലൊരു എക്സെപ്ഷൻ ഉണ്ട്, ഒഴിവാക്കിയിട്ടുണ്ട് കുറച്ച് പേരെ. ആരെയെന്ന് ചോദിച്ചാല് വിരമിക്കാൻ 5 വർഷം കൂടിയേ ഉള്ളൂ എന്നുള്ളവരാണെങ്കിൽ അവര് വേണ്ട, ബാക്കിയുള്ളവരൊക്കെ ചെയ്യാം. ഇതാണ് ആ നിയമം. മീൻസ് നിയമമല്ല, അത് കോടതി ഉത്തരവാണ്, സുപ്രീം കോടതി ഉത്തരവാണ്. ആ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ 50,000-ഓളം പേർക്ക് ഇനിയും കേട്ടറ്റ് കിട്ടാത്തവരുണ്ട് എന്നാണ് കണക്ക്. അപ്പൊ ഈ 50,000 പേര് എന്ത് ചെയ്യണം? അടുത്ത 2 വർഷം കൊണ്ട് എഴുതിയെടുക്കാം എന്നുള്ള നില വന്നു. അപ്പൊ നമ്മുടെ അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയും വിദ്യാഭ്യാസ വകുപ്പിലുള്ളവരൊക്കെ കൂടി ബുദ്ധിപരമായി നീക്കം നീങ്ങി. ഞാൻ പറഞ്ഞല്ലോ, സാധാരണയായിട്ട് 2 തവണയാണ് എക്സാം എഴുതാൻ പറ്റുക. അതിൽ ആദ്യത്തെ ചോദ്യം നിലവിൽ നിങ്ങൾ അധ്യാപകനായി ജോലി ചെയ്യുന്നുണ്ടോ എന്നാണ്. അപ്പൊ ആ സാധാരണ എക്സാമിൽ വേണമെങ്കിൽ ഈ അധ്യാപകർക്ക് എഴുതാം, എന്നിട്ട് അവർക്ക് യോഗ്യത നേടാം. പക്ഷെ സാധാരണയായി നടക്കുന്ന കേട്ടറ്റ് എക്സാം അത്യാവശ്യം ടഫാണ്. അത് ഈസി ആക്കി കൊടുത്ത് എല്ലാവരെയും പാസ്സാക്കുക, എല്ലാ ടീച്ചേഴ്സിനെയും പാസ്സാക്കുക എന്ന് പറയുന്ന പരിപാടി ചെയ്താൽ എന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അപ്പോ ഈ എക്സാം എഴുതുന്ന ബാക്കി ടീച്ചേഴ്സ് ഉണ്ടല്ലോ, അതായത് ഇപ്പൊ പഠിക്കുന്നവർ, എന്നെ പോലുള്ളവർ ഒക്കെ, അവര് പാസ്സാവും. അപ്പൊ അത് കൂടുതൽ യോഗ്യതയെ സൃഷ്ടിക്കും, അല്ലെ? യോഗ്യരായവന്റെ എണ്ണം കൂട്ടും. അപ്പൊ ഈ അതിബുദ്ധിമാന്മാർ അതിബുദ്ധി കാണിച്ചു. എന്താ കാണിച്ചേ? അവര് ടീച്ചേഴ്സിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ കേസറ്റ് എക്സാം ആണ്. ഇപ്പൊ എങ്ങനെ ചെയ്യാറിയോ? അതായത് കഴിഞ്ഞ സെപ്റ്റംബറിൽ കേസറ്റ് എക്സാം വിളിച്ചു. അപ്പോ സാധാരണക്കാർക്ക് ഒരു എക്സാം, ഇപ്പോ നിലവിൽ ജോലി ചെയ്യുന്നവർക്ക് വേറൊരു എക്സാം. അല്ലെങ്കിൽ ശരിയുള്ളൂ. തുല്യത എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരുപോലെയല്ലേ നടത്തുന്നത്, അല്ലാതെ അവർക്ക് മാത്രമായിട്ട് എന്തെങ്കിലും മാറ്റമുണ്ടോ? ഭരണഘടനയിൽ തുല്യത എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെ ആവണമെന്നാണ്, അല്ലെ? ഇത് ഒരേ യോഗ്യതയ്ക്ക് വേണ്ടി 2 എക്സാം നടത്തും. അതിൽ അവിടെ തുല്യത ഇരിക്കുന്നു. അത് തുല്യതയല്ല, അത് തെറ്റായ രീതിയാണ്, അല്ലെ? ഇനി എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ സ്പെഷ്യൽ കാറ്റഗറി വെച്ച്? ഞാൻ നേരത്തെ പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും. ഇവർ ഈ ടീച്ചേഴ്സിനെ പാസ്സാക്കുള്ളൂ. കാരണം ഈ സ്പെഷ്യൽ കാറ്റഗറിന്റെ റിസൾട്ട് വരുന്നത് പോകുന്നൊന്നും നമ്മൾ അറിയുന്നില്ല. എന്നാണ് സത്യാവസ്ഥ. ഞാനും അറിയുന്നില്ല. നോർമൽ കാറ്റഗറിയിൽ അറിയുമ്പോൾ സ്പെഷ്യൽ കാറ്റഗറിയിൽ ആരും ശ്രദ്ധിക്കില്ല. കാരണം സർവീസിലുള്ളവർ മാത്രമേ ഇതുള്ളൂ. ഓൺലി ഫോർ 50,000 ടീച്ചേഴ്സ്, അല്ലെ?
അപ്പൊ നമ്മൾ അറിയില്ല, ശ്രദ്ധയപ്പെടില്ല, അല്ലെങ്കിൽ നമ്മള് മനസ്സിലാക്കുന്നില്ല അങ്ങനെ സാധനം വരുന്നതോ പോകുന്നതോ ഒന്നും. അപ്പൊ ഇവരൊക്കെ പാസ്സാക്കി വിടാൻ മറ്റേ നമ്മുടെ സുപ്രീം കോടതിയുടെ കണ്ണിൽ കൊടിയിടാൻ തട്ടിക്കൂട്ട് പരിപാടിയാണ് ഈ സ്പെഷ്യൽ കാറ്റഗറി. അത് 2 വട്ടപ്പം നടന്നു കഴിഞ്ഞു എന്നാണ് എന്റെ അറിവ്. ഇനി ഇവിടെ അടുത്ത ഇത് വരുന്നത് കാറ്റഗറിയുടെ നോട്ടിഫിക്കേഷൻ വരാൻ പോകും. അതിലും എന്തിനും സ്പെഷ്യൽ കാറ്റഗറി സെപ്പറേറ്റ് കൊടുക്കും. അവർക്ക് സെപ്പറേറ്റ് എക്സാം നടക്കും. അവരെ പാസ്സാക്കി വിടും. നല്ലതാണ്. ഇതിനേക്കാൾ നല്ലത് എന്തായിരുന്നു എന്ന് വെച്ചാൽ, എന്തായാലും ടീച്ചേഴ്സിന് ക്വസ്റ്റ്യൻ എന്തായാലും കേട്ടിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, നിങ്ങൾ ടീച്ചറാണോ അല്ലേന്നല്ലേ. ആണ് എന്ന് പറഞ്ഞ് ജസ്റ്റ് നിങ്ങളുടെ പിറകിൽ വിളിച്ച് അത് പാസ്സാക്കി വിട്ടാൽ മതി. പരീക്ഷാ ഭവനിലും ഏൽപ്പിച്ചാൽ പോലെ എന്തായാലും പാസ്സാവും. PSC റാങ്ക് ലിസ്റ്റിൽ വരെ തട്ടിപ്പ് നടന്നു എന്ന് പറയപ്പെടുന്ന നാടാണ് അല്ലെ. അപ്പൊ പിന്നെ ഈ കേട്ടറ്റ് എക്സാമിന് എഴുതിയാൽ ടീച്ചേഴ്സിനെ പാസ്സാക്കി വിടാനാ പാട്. പക്ഷെ ഇത് അതിനെ വിട്ടാതെ അത് കൂടെ തട്ടിപ്പ് നടത്തിയിരുന്നെങ്കിൽ ആരും അറിയില്ലായിരുന്നു. ഇതൊരു സ്പെഷ്യൽ കാറ്ററ്റ് വെച്ചാൽ തന്നെ നമുക്കറിയാതെ എന്തിനു വേണ്ടിയിട്ടാണ്. ഇത് തെറ്റായ ഒരു ഡിഗ്രിയാണ്. ഇനി നമ്മൾ തുടങ്ങിയ പോലെ എന്താ പറയുക, കേട്ടറ്റ് ആപ്ലിക്കൻസ് കൊടുക്കുമ്പോൾ ആദ്യം ഈ നിലവിൽ ജോലി ചെയ്യുന്ന ടീച്ചറാണോ എന്നുള്ള ചോദ്യമുണ്ട് അല്ലെ. ആ ഓപ്ഷൻ മുമ്പ് ഉണ്ടായിരുന്നു, ഇപ്പൊ ഉണ്ടാവാൻ സാധ്യത കുറവാണെന്ന് ഞാൻ പറഞ്ഞത് അല്ലെ. സാധ്യത കുറവാണെന്ന് പറയാനുള്ള കാരണം സ്പെഷ്യൽ കാറ്റഗറി ഉള്ളതുകൊണ്ടാണ്. പക്ഷെ ഒരു പക്ഷേ ആ ചോദ്യം ഇപ്പോഴും അവിടെ ഉണ്ടാവും. ആ ചോദ്യം ഇപ്പൊ അവിടെ ഉണ്ടെന്ന് വിചാരിക്കുക ഇപ്പോഴും നിലവിൽ. അപ്പൊ ഒന്ന് ആലോചിച്ചേ, എനിക്ക് ഇപ്പോ ഈ ഒരു നോട്ടിഫിക്കേഷൻ വരുമ്പോ, കേട്ടറ്റിന്റെ നോട്ടിഫിക്കേഷൻ വരുമ്പോ ഒരു വട്ടം അപ്ലൈ ചെയ്യാം, ഇപ്രാവശ്യം ഒരു വട്ടം എക്സാം എത്താം, പിന്നെ 6-7 മാസം കഴിഞ്ഞിട്ട് വന്നാൽ അടുത്ത റൗണ്ട് വരാൻ അല്ലെ. പക്ഷേ ഈ സ്പെഷ്യൽ കാറ്റഗറി അതേ സമയം തന്നെ പഴയ കാറ്റഗറി നോർമൽ കാറ്റഗറി അത് സാധാരണ രീതിയിൽ തന്നെയാണ് നടക്കുന്നത് ഉദ്ദേശിച്ചത്. അപ്പൊ എന്ത് സംഭവിക്കും, ആദ്യം വരുന്ന നോട്ടിഫിക്കേഷൻ സാധാരണ കാറ്റഗറിയിലെ, അതായത് ഇപ്പൊ പഠിക്കുന്ന കുട്ടികളെ എനിക്കൊക്കെ ചെയ്യാവുന്ന കാറ്റഗറി. ഓക്കെ, എനിക്ക് കാറ്റഗറി കിട്ടും, അതല്ല ഞാൻ പറയാം. ആ കാറ്റഗറിന് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നിങ്ങളിപ്പോ ജോലി ചെയ്യുന്ന ടീച്ചറാണോ? അപ്പൊ യെസ് എന്ന് കൊടുത്ത് അപേക്ഷിക്കുന്നു. അപ്പൊ ടീച്ചർക്ക് ഒരു അപേക്ഷയും ഒരാഴ്ചക്കുള്ളിൽ അടുത്ത കാറ്റഗറി വരുന്നു, സ്പെഷ്യൽ കെയർ ഇപ്പൊ നിലവിൽ ജോലി ചെയ്യുന്ന ടീച്ചേഴ്സിന്. എന്നിട്ടോ അവർ അതിന് കയറി അപേക്ഷിക്കുന്നു. എന്നിട്ട് ഒരാഴ്ചക്കിടയിൽ ഈ 2 എക്സാം ഇതിലേക്ക് ഈ 2 എക്സാം എഴുതാം. ഈ 2 എക്സാം ഏതെങ്കിലും ഒന്ന് പാസ്സായാൽ മതി. എനിക്ക് അതേസമയം ഒറ്റ എക്സാം എഴുതാൻ പറ്റുമ്പോൾ ഒരാഴ്ചക്കിടയിൽ എനിക്ക് 2 എക്സാം എഴുതാം. എനിക്ക് ഒരു കൊല്ലത്തിൽ 2 എക്സാം എഴുതാൻ പറ്റുമ്പോൾ സർവീസിലുള്ളവർക്ക് ഒരു ഇയറിൽ 4 എക്സാം എഴുതാം. ഇതെങ്ങനെ ശരിയാണ്? ഇതിലെവിടെ തുല്യത? അപ്പൊ ഞാൻ ഈ വീഡിയോ എങ്ങനെയും വിദ്യാഭ്യാസ മന്ത്രി കാണണമെന്ന് ആഗ്രഹിക്കുന്നു. കാരണം ഇത് തെറ്റാണ്. അപ്പോ ഇതില് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തുനിന്ന് അനുകൂലമായൊരു തീരുമാനം ഉണ്ടാകുമെന്നും, കഴിഞ്ഞ 2-3 സ്പെഷ്യൽ കാറ്റഗറി ഉണ്ട്, 2 എന്റെ ഒരു ഓർമ്മ, ആ 2 റിസൾട്ടുകൾ എത്താക്കാം. ഇന്നലെ രാത്രി ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിച്ചിരിക്കുമ്പോൾ വെറുതെ ഫോൺ എടുത്ത് നോക്കിയപ്പോ കണ്ട വാർത്തയാണ് കാണുന്നത്. അപ്പൊ ഞാനൊന്ന് സന്തോഷിച്ചു. അപ്പൊ ഞാൻ അതിന്റെ ഉള്ളിലേക്ക് കയറി ഒന്ന് ഓപ്പൺ ചെയ്തു. അപ്പൊ കണ്ട സന്തോഷം കണ്ടില്ല. അപ്പൊ കണ്ട വാർത്ത കണ്ടില്ലേ, എന്ത് 2027 ഒക്ടോബർ 31 എന്നുള്ളത് 2028 ഒക്ടോബർ 31 ആക്കി ഒരു കൊല്ലം കൂടി വർദ്ധിപ്പിച്ചിട്ടുണ്ട് സമയം. ഏത് നിലവിലുള്ള ടീച്ചേഴ്സിന് 2027 ഒക്ടോബർ 31 പാസ്സാവണമെന്ന് പറഞ്ഞത് 2028 ഒക്ടോബർ 31 മതി. ഒരു കൊല്ലം കൂടി ഉണ്ട്. അപ്പൊ ഇഷ്ടംപോലെ സമയമുണ്ട്. കഴിഞ്ഞ 2 സ്പെഷ്യൽ കാറ്റഗറി പാസ്സായ എല്ലാ റിസൾട്ടും റദ്ദാക്കി അവർക്ക് നോർമൽ കാറ്റഗറി എഴുതാനുള്ള അവസരം കൊടുക്കണം. അവസരം ഇഷ്ടം പോലെ ഉണ്ട്. ഇക്കൊല്ലം തന്നെ ജൂണിലുണ്ട്, വർഷത്തിന്റെ അവസാനം ഉണ്ടാവും. എങ്ങനെയെങ്കിലും 2028 ഒക്ടോബർ 31 ആകുമ്പോഴേക്കും ഇവർക്കൊരു 5 ചാൻസ് എങ്കിലും കിട്ടും. സാർ അതുകൊണ്ട് പാസ്സാവാത്തൊരു വേണ്ട, അവരെ പിരിച്ചു വിടാൻ സാറിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. കാരണം എന്താ, ആരും ചോദിച്ചില്ല. കോടതി പോയാലും നിലനിൽക്കില്ല. സുപ്രീം കോടതി ഉത്തരവല്ലേ. സാറിനൊരു അഡ്വക്കേറ്റ് ആണല്ലോ, സാറിന് മനസ്സിലാവുമല്ലോ. സിമ്പിളായിട്ട് അവരെ പിരിച്ചുവിട്ടാൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ആരും ചോദിച്ചില്ല. എയ്ഡഡ് സ്കൂളിലെ മാനേജർമാരാണ് ഇതൊന്നും ടെൻഷൻ അടിക്കണ്ട. കാരണം നിങ്ങൾ വാങ്ങിയ പൈസ ഒന്നും തിരിച്ചു കൊടുക്കേണ്ടി വരില്ല. കാരണം അവരുടെ കഴിവില്ലായ്മ പോയ കാര്യത്തിൽ നിങ്ങൾ ഉത്തരവാദിയല്ല. 2012 ഈ സംഭവം ഇവിടെ ഉണ്ട്, കേട്ടിട്ട് ഇവിടെ ഉണ്ട്. എഴുതിയിട്ട് ഇതുവരെ കിട്ടാത്തവർക്ക് നിങ്ങൾ തിരിച്ച് പൈസ ഒന്നും വേണ്ട. അപ്പോ ഇത് വലിയ പ്രശ്നം തന്നെയാണ്. ഇത് ശാശ്വതമായ ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.